ഹലോ ഗൈസ്, അപ്പം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഈ വീക്കിലെ ബിഗ് ബോസ് മലയാളം സീസൺ 7 കണ്ടസ്റ്റൻസിൻ്റെ ചെറിയൊരു അനാലിസിസ് ആണ്. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. സോ ഇതെൻ്റെ ഒപ്പീനിയൻ മാത്രമാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ആയിരിക്കത്തില്ല തോന്നിയത്. ആസ് എ വ്യൂവർ എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ്. ബിഗ് ബോസ് സീസൺ 7 ഞാൻ ഡെയിലി കാണുന്ന ഒരാളാണ്. അതായത് ലൈവ് ഞാൻ കാണുന്ന ആളാണ്. ടെലികാസ്റ്റ് ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ കാണുന്ന സമയമുള്ളപ്പം സമയം തീരെ കുറവാണ്. കാരണം ലൈവ് തന്നെ കുറേ ഫുൾ ഉണ്ടല്ലോ. അപ്പം നമുക്ക് ലൈവ് കാണുന്ന സമയത്ത് നമ്മൾ പിന്നെ ടെലികാസ്റ്റ് കാണാൻ ഭയങ്കര ബോറിംഗ് ആയിട്ട് ഫീൽ ചെയ്യും. കാരണം നമ്മൾ ഓൾറെഡി ലൈവിൽ കണ്ട കാര്യങ്ങളാണല്ലോ ടെലികാസ്റ്റ് കാണിക്കുന്നത്. അപ്പം നമ്മളിങ്ങനെ എന്നാൽ ഞാനൊരു ദിവസം ഇങ്ങനെ കണ്ടു നോക്കിയിട്ടുണ്ടായിരുന്നു. പല കാര്യങ്ങളും ലൈവിൽ കാണിക്കുന്നത് ടെലികാസ്റ്റ് കാണിക്കുന്നില്ല. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. സോ അതൊക്കെ പോട്ടെ. അപ്പം നമുക്ക് ഇന്നത്തെ ഈ ഒരാഴ്ചത്തെ കാര്യം പറയാം. അതിന് മുമ്പ് നമുക്ക് ഇന്നത്തെ കാര്യം പറയണം. അപ്പോൾ ഇന്നത്തെ ടാസ്കിൽ ഇന്നലത്തെ കാര്യമൊക്കെ ഞാൻ ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൾറെഡി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ആ വീഡിയോ കാണാം കേട്ടോ. ജസ്റ്റ് ചാനൽ ചെക്കൗട്ട് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഇന്നത്തെ ദിവസം രേണു സുധി അനീഷിൻ്റെ ആ ഒരു വാക്ക് തർക്കം കഴിഞ്ഞു. പിന്നെ ഒനീൽ സാബുവും അതുപോലെ തന്നെ രേണ ഫാത്തിമയും തമ്മിലൊരു വാക്ക് തർക്കം ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വൈകിട്ടായപ്പോൾ ഒരു ജയിൽ നോമിനേഷൻ ടാസ്ക് ഉണ്ടായിരുന്നു. നമുക്കറിയാം എല്ലാ വീക്കെൻഡ്സിലും ഒരു ജയിൽ നോമിനേഷൻ ടാസ്ക് ഉണ്ടാവും. അങ്ങനെ ജയിൽ നോമിനേഷൻ ടാസ്കിൽ ഫസ്റ്റ് തന്നെ പണി കിട്ടിയത് അപ്പാനി ശരത്തിനായിരുന്നു കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ വീക്കിലെ ക്യാപ്റ്റനായിട്ടുള്ള അനീഷിനോട് ബിഗ് ബോസ് പറയുന്നുണ്ടായിരുന്നു. അതായത് ക്യാപ്റ്റന് ഒരു ചാൻസ് ഉണ്ട്, അതായത് ഒരു സെറ്റ് ഉണ്ട്. അതായത് ആൾക്ക് ഒരാളെ ഡയറക്റ്റ്ലി ജയിലിലോട്ട് നോമിനേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ആളെ നോമിനേറ്റ് ചെയ്യാൻ എടുത്തത്, അതായത് ജയിൽ നോമിനേഷനിൽ എടുത്ത ആൾ അപ്പാനി ശരത്തായിരുന്നു. അപ്പോൾ അപ്പാനി ശരത്ത് ഈ ആഴ്ച നന്നായിട്ട് കളിച്ചില്ല, അതായത് ടാസ്കിലൊന്നും നന്നായിട്ട് കളിച്ചില്ല, അതുകൊണ്ട് ജയിലിൽ പോയി കിടക്കട്ടെ എന്നാണ്. അതൊരു കോമഡി ഫണ്ണായിരുന്നു കേട്ടോ. എല്ലാവരും അത് ഫണ്ണായിട്ടാണ് എടുത്തത്. പക്ഷേ അപ്പാനി ശരത്ത് അത് ഫണ്ണായിട്ടൊന്നും അല്ല കേട്ടോ എടുത്തത്. ആൾക്കറിയായിരുന്നു ഇപ്പം അങ്ങനൊരു ചാൻസ് ക്യാപ്റ്റനായിട്ടുള്ള അനീഷിന് കിട്ടിക്കഴിഞ്ഞാൽ ആൾ അപ്പാനി ശരത്തിനെ സെലക്ട് ചെയ്യുള്ളൂ ആൾക്കും അപ്പാനി ശരത്തിനും അറിയായിരുന്നു കേട്ടോ. അങ്ങനെ അപ്പാനി ശരത്തിനാണ് കേട്ടോ സെലക്ട് ചെയ്തത്. പിന്നെ ബാക്കി സാധാരണ പോലെ തന്നെ ബാക്കി ഉള്ള കണ്ടസ്റ്റൻസ്, അതായത് ടാസ്കിൽ ഫസ്റ്റ് റൗണ്ടിൽ ഔട്ടായ ബാക്കി കണ്ടസ്റ്റൻസ് ഇല്ലേ, അപ്പം അവരിൽ നിന്നാണ് ജയിൽ നോമിനേഷൻ ചെയ്യേണ്ടത് കേട്ടോ. അങ്ങനെ ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് എല്ലാവരും കൂടെ അനുവിനെയാണ് കേട്ടോ നോമിനേറ്റ് ചെയ്തത്. അതായത് മെജോറിറ്റി എടുത്തപ്പോൾ അനുവിനെയാണ് നോമിനേഷൻ വന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കും നല്ലൊരു ഫൈറ്റ് അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് ഷാനവാസും ബിൻസി, അതുപോലെ ബിൻസിയും നെവിനും, ഇങ്ങനെ 3 പേരുമായിട്ടാണ് വാക്ക് തർക്കം. ഈ നെവിനും ഷാനവാസും 2 പേരും ബിൻസിക്കെതിരായിട്ടാണ് കേട്ടോ. ബിൻസി ഇവർക്ക് 2 പേർക്കും എതിരായിട്ട്. അപ്പം ബിൻസിയാണ് 2 പേരും നോമിനേറ്റ് ചെയ്തത് ജയിൽ നോമിനേഷനിൽ. നെവിൻ നോമിനേറ്റ് ചെയ്തത് പ്രത്യേകിച്ച് അങ്ങനെ ഒരു റീസൺ ആൾക്കില്ലായിരുന്നു. പക്ഷെ ആളാണ് ഫസ്റ്റ് നോമിനേഷൻ ചെയ്യാൻ പോയത്, ജയിൽ നോമിനേഷൻ ചെയ്യാൻ പോയത്. അപ്പോൾ ആൾക്ക് ആരെ പറയണമെന്നൊരു കൺഫ്യൂഷൻ. അപ്പോൾ ആൾ ചെന്ന് ഡയറക്റ്റ് ബിൻസിയുടെ പേരാണ് പറഞ്ഞത്. ഫണ്ണായിട്ടാണ് കേട്ടോ. ആളങ്ങനെ വളരെ സീരിയസ് ആയിട്ടൊന്നും അല്ല പറഞ്ഞത്. ആൾക്ക് വേറെ ആരെയും കിട്ടിയില്ല, അതുകൊണ്ട് ആൾ ബിൻസിനെ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ബിൻസി എന്തോ കുറുക്കം വലിച്ച് കിടന്ന് ഉറങ്ങിയെന്നോ, പുകഞ്ഞ കൊള്ളി പുറത്ത് എന്ന് പറയുന്ന ടാസ്കിൽ ഉറങ്ങാൻ പാടില്ലാത്ത ടാസ്ക് ആണല്ലോ. അപ്പോൾ ആ ഒരു ടാസ്കിൽ ബിൻസി കുറുക്കം വലിച്ച് കിടന്ന് ഉറങ്ങിയെന്ന് ഈ ഒരു ആള് നെവിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നെവിൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ നോമിനേറ്റ് ചെയ്തത്, അതിൻ്റെ റീസൺ ഇത് കഴിഞ്ഞതിന് ശേഷം ക്വസ്റ്റ്യൻ ചെയ്തു. പിന്നെ നെവിൻ്റെ വീട്ടുകാരെയും നാട്ടുകാരെയും ഒക്കെ വിളിച്ച് ബിൻസി അങ്ങനെ തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ട് വഴക്കായിട്ടോ. നല്ല റൂഡായിട്ടാണ് ബിൻസി ബിഹേവ് ചെയ്തത്. ഇന്നലത്തെ ഫൈറ്റിലും ഇതേപോലെ തന്നെയാണ് ബിൻസി. നീ ചിലപ്പോൾ പേടിച്ചിട്ടാണോ ആക്റ്റീവ് ആവാൻ പറ്റാതിരിക്കുന്നത് കൊണ്ട് ചെറിയൊരു ലുക്ക് ഹോൾ കിട്ടുമ്പം ആൾ കുത്തി കയറുന്നതാണോ എന്ന് എനിക്കറിയില്ല. ബട്ട് ആൾ വെറുതെയാണ് അരകൻ്റെ ആവുന്നതെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം പ്രത്യേകിച്ച് ചെറിയൊരു റീസൺ ഉള്ളപ്പോൾ തന്നെ അവിടെ ഭയങ്കരമായിട്ട് ആൾ കത്തുകയാണ്. അത് പ്രത്യേകം ചില ആൾക്കാർക്ക് മാത്രം. ചില ആൾക്കാരോട് ആൾ ഒന്നും റൂഡായിട്ട് ബിഹേവ് ചെയ്യുന്നില്ല. ചില ആൾക്കാരോട് ഭയങ്കര സോഫ്റ്റ് സ്പോക്കൺ ആണ്. പക്ഷെ ചില ആൾക്കാരോട് ഭയങ്കര റൂഡി ബിഹേവിയറാണ്. അതെന്താണ് റീസൺ എന്നറിയില്ല. ബട്ട് പോകെ നമുക്ക് അത് അറിയാൻ പറ്റും. പിന്നെ ഷാനവാസുമായിട്ട് തർക്കം ഉണ്ടായത് ആ നേരത്തെ വിഷയം തന്നെ, ഇന്നലെ ഉണ്ടായ അതേ വാക്ക് തർക്കം തന്നെയാണ് ഇന്നും സെയിം ആ ഒരു കാര്യം. പിന്നെ ഇതിൻ്റെ ഇടയിൽ നെവിനും ബിൻസിയുമാണ് നല്ലതായിട്ട് ഫൈറ്റ് ചെയ്തത്. ഇതിനിടയിൽ ഷാനവാസ് വന്ന് ഷാനവാസിൻ്റെ ആ ഒരു വിഷയം പറയുമ്പം അത് കുറച്ചുകൂടെ അങ്ങ് ആളിക്കത്തുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഭയങ്കര ഒരു ഫൈറ്റ് ആയിരുന്നു കേട്ടോ നടന്നത്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ക്യാപ്റ്റൻസി ടാസ്ക് വന്നു. ഇപ്പോൾ ജയിൽ നോമിനേഷനിൽ അനുവും അതുപോലെ അപ്പാനി ശരത്തും സെലക്റ്റഡായി. പിന്നെയാണ് ക്യാപ്റ്റൻസി നോമിനേഷൻ വന്നത്. അപ്പോൾ ക്യാപ്റ്റൻസിയിൽ മത്സരിക്കാൻ വേണ്ടിയിട്ട് 3 പേരെ സെലക്ട് ചെയ്യണം. അതിൽ ഫസ്റ്റ് തന്നെ സെലക്ട് ചെയ്തത് ഷാനവാസ്,
അഭിലാഷ് അതുപോലെ തന്നെ ബിന്നിയും ആയിരുന്നു കേട്ടോ. ഇവർ മൂന്നുപേരുമാണ് ക്യാപ്റ്റൻസി ടാസ്ക് ചെയ്തത്. ക്യാപ്റ്റൻസി ടാസ്ക് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഒരു ഇങ്ങനെ കറങ്ങുന്ന ഒരു സാധനം ഉണ്ടാവും. അതിൻ്റെ മുകളിൽ 3 സ്റ്റാൻഡ് ഉണ്ടാവും. അതിൻ്റെ സൈഡ്സിലായിട്ട് ഓരോരുത്തരുടെയും ഫോട്ടോ വെച്ചിട്ടുള്ള കുറേ ഇങ്ങനെ ഡോൾസ് പോലെ സാധനം ഉണ്ടാവും. അതങ്ങനെ അടിച്ചിടുക. അതായത് ഇത് കറക്കുമ്പോൾ ഇവർ എത്തി അതിനെ അടിച്ചിടണം. ഓക്കെ, അപ്പം ആരാണോ കറക്റ്റായിട്ട് അവരുടെ ഫേസ് അടിച്ചിടുന്നത് അവരായിരിക്കും ജയിക്കുക. അങ്ങനെ ആ ഒരു ടാസ്കിൽ, ക്യാപ്റ്റൻസി ടാസ്കിൽ ലക്കിലി ഷാനവാസാണ് വിജയിച്ചത്. അങ്ങനെ ക്യാപ്റ്റനായിട്ട് ഷാനവാസിനെ സെലക്റ്റായി. ഇപ്പോഴും നിലവിൽ ക്യാപ്റ്റൻ അനീഷ് തന്നെയാണ് കേട്ടോ. പിന്നെ ജയിലിൽ പോകാനുള്ള ടൈമായപ്പം ഹനുവിനോടും അതുപോലെ തന്നെ അപ്പാനി ശരത്തിനോടും റെഡിയായിട്ടൊക്കെ വരാൻ പറയുന്നുണ്ട്. അങ്ങനെ അവർ റെഡിയായി. ജയിൽ ഉദ്ഘാടനം ചെയ്തത് അനീഷായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ. വലിയൊരു സംഭവമൊന്നുമില്ല. 2-3 ഫൈറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിലും അത് ഭയങ്കര ഫൈറ്റൊന്നുമല്ല. നെവിനും ബിൻസിയും തമ്മിലുള്ളത് നല്ലൊരു ഫൈറ്റ് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഈ എപ്പിസോഡിൽ വലിയൊരു സംഭവം, വലിയൊരു കണ്ടന്റ് എന്ന് പറയാൻ ഒന്നുമില്ല. ക്യാപ്റ്റനായി, ജയിൽ നോമിനേഷനായി, ഇത്രയേ ഉള്ളൂ. ഇനി മിക്കവാറും നാളെ ലൈവ് ഉണ്ടാവില്ലല്ലോ. പിന്നെ നമുക്ക് നാളെ വീക്കെൻഡ് എപ്പിസോഡാണ്, അതായത് ലാലേട്ടൻ വരുന്ന ആ ഒരു എപ്പിസോഡാണ്. 2 ഞായറും, നാളെയും ശനിയും ഞായറും. സോ നമുക്ക് വെയിറ്റ് ചെയ്യാം. പിന്നെ ഒരു അനാലിസിസ് പോലെ ഓരോരുത്തരെയും പെട്ടെന്ന് പറയുകയാണെങ്കിൽ എനിക്ക് ഓരോരുത്തരെ പറ്റിയിട്ടുള്ള അഭിപ്രായമാണ്. എൻ്റെ പ്രത്യേകം ലോങ് വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ കൂടെ ജസ്റ്റ് നോട്ടിച്ച് പറയാം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണം കേട്ടോ. പ്രത്യേകിച്ച് എനിക്കറിയണം നിങ്ങളുടെ അഭിപ്രായം സെയിം ആണോ എന്നറിയില്ലല്ലോ. ഫസ്റ്റ് കയറി ആളെ പറ്റിയിട്ട് പറയാം, അനീഷ്. അപ്പോൾ അനീഷിനെ പറ്റിയിട്ട് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് എല്ലാവർക്കും എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ബട്ട് എനിക്ക് ആളെ അത്ര പിടിച്ചിട്ടില്ല. കാരണം വേറൊന്നുമല്ല, ആൾ കളിക്കുന്നു, ആളൊക്കെ കണ്ടന്റ് ഉണ്ടാക്കുന്നു, ഭയങ്കര സംഭവമാണ്, ഓക്കെ എല്ലാമാണ്. പക്ഷെ ആളവിടെ നിൽക്കുന്നത് തന്നെ ബാക്കിയുള്ളവരെ ഇറിറ്റേറ്റ് ചെയ്യാനാണ്. അതായത് ഒരു കാര്യം പോലും ആൾ എല്ലാവർക്കും സ്നേഹം എന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു മാന്യമായിട്ടൊരു മറുപടി നേരെ കൊടുക്കുന്നത് ഞാൻ ആ വീട്ടിൽ കണ്ടിട്ടില്ല. ലൈവ് കാണുന്നതുകൊണ്ടാണ് പറയുന്നത്. ഇതിൻ്റെ ടെലികാസ്റ്റിൽ എങ്ങനെയാണ് ചിലപ്പോൾ നന്നായി നന്മപരമായിട്ടാണോ കാണിക്കുന്നതെന്ന് എനിക്കറിയില്ല. ബട്ട് ലൈവ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത്രയ്ക്കും അരോചകമാണ് കേട്ടോ. ആളെ നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. ആളോട് ഒരു ക്വസ്റ്റ്യൻ എന്തെങ്കിലും ചോദിക്കാൻ പറ്റത്തില്ല, മറുപടി പറയത്തില്ല. അങ്ങനത്തെ ഒരു വ്യക്തിയാണ്. അപ്പം അങ്ങനൊരു വ്യക്തി ഇപ്പം നമ്മുടെ വീട്ടിലായാലും അങ്ങനൊരു വ്യക്തി ഉള്ളത് നമുക്ക് ഭയങ്കര അരോചകമായിട്ട് ഫീൽ ചെയ്യും. അതേപോലെ ആയിരിക്കും അവിടെയുള്ള കണ്ടസ്റ്റൻസിനും ഫീൽ ചെയ്യാം. അതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ പറയുന്നില്ല. ഇനി പോകെ ഈ വീക്കിലെ കാര്യമാണ് പറയുന്നത്. ഇനി പോകെ ചിലപ്പോൾ ആൾ കുറച്ചുകൂടെ നല്ലതാവാൻ സാധ്യതയുണ്ട്. സോ ചാൻസസ് ഹൈ ആണ്, നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ആളെന്ന് പറയുന്നത് അനുമോളെ പറ്റി പറയുകയാണെങ്കിൽ ഞാനിപ്പം കുറച്ച് പേരെ കാര്യം പറയുന്നുള്ളൂ. അനുമോളെ പറ്റി പറയുകയാണെങ്കിൽ അനുമോൾ ഇപ്പോഴും ഗെയിമിലോട്ട് എത്തിയിട്ടില്ല. ആളിപ്പോഴും ഒരു സെൻറ്റിമെൻ്റൽ ഇമോഷണൽ ആയിട്ട് നിൽക്കുന്നേ ഉള്ളൂ. പക്ഷെ അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഒരിക്കലും ഗെയിമിലോട്ട് എത്തത്തില്ല. എല്ലാവരും എന്ത് പറയും, അവർ എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കോ, ഇവരെന്നെ ഇങ്ങനെ വിഷമിപ്പിക്കോ, ആ ഒരു അവസ്ഥയിലാണ് അനുമോൾ നിൽക്കുന്നത്. അപ്പം അനുമോളും ഇപ്പോഴും ആ ഒരു ഗെയിമിലോട്ട് എത്തിയിട്ടില്ല. പിന്നെ ടാസ്ക് ഒന്നും നേരെ ചെയ്യത്തില്ല, എല്ലാം ഒരു ഫണ്ണായിട്ടാണ് എടുക്കുന്നത്. സോ ഗെയിം സീരിയസ് ആയിട്ട് ഒന്നും എടുത്തിട്ടില്ല. പിന്നെ എനിക്ക് പറയാനുള്ളത് അനുമോൾ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഷാനവാസിനെ പറയാം. അപ്പോൾ ഷാനവാസിനെ പറ്റി പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഷാനവാസ് വന്നപ്പോൾ ഞാൻ വിചാരിച്ചത് ഷാനവാസും അക്ബറും അപ്പാനി ശരത്തും ഇവരൊക്കെ ഒരു ടീം ഗ്രൂപ്പായിട്ട് നിന്ന് ഇവർ 3 പേരും അങ്ങനെ ഒരു ടീം ബേസിസിലായിരിക്കും പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇപ്പോൾ എല്ലാം മാറി. ഷാനവാസ് ഒരു ഗ്രൂപ്പിൽ നിന്ന് മാറി ഒറ്റപ്പെട്ട് നടക്കുന്നുണ്ട്. ഇനി ഗ്രൂപ്പ് ആകുമോ എന്നറിയില്ല. ഈ ആഴ്ചയിൽ ആൾ അത്രയ്ക്കും ഗ്രൂപ്പിലോട്ട് പോയിട്ടില്ല. പോസിറ്റീവായിട്ടാണ്, ആൾക്ക് നല്ല പോസിറ്റീവ് റെസ്പോൺസും പോസിറ്റീവ് ഫാൻസ്, പോസിറ്റീവ് സപ്പോർട്ടുണ്ട്. പുറത്ത് കണ്ടന്റും ആൾ കൊടുക്കുന്നുണ്ട്. പിന്നെ വലിയ ഒരു നോയ്സ് ഉണ്ടാക്കി ഭയങ്കര സൗണ്ട് ഉണ്ടാക്കി കുളമാക്കുന്നില്ല. റൂഡല്ല, ആളെല്ലാം ഫണ്ണായിട്ട് എടുക്കുന്നുണ്ട്. എൻ്റർടൈൻമെൻറ്റ് അല്ലെങ്കിൽ ഗെയിം സ്പിരിറ്റിൽ എടുക്കുന്നുണ്ട്. പിന്നെ ഗെയിമൊക്കെ നന്നായിട്ട് കളിക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ക്യാപ്റ്റനുമായി. അപ്പോൾ എന്തുകൊണ്ടും നല്ലൊരു പ്ലെയർ, അതായത് നല്ലൊരു പ്ലെയർ മണിക്കുട്ടൻ ആ ഒരു വൈബിലാണ് എനിക്ക് ഷാനവാസിനെ ഫീൽ ചെയ്തത്. സോ മിക്കവാറും ചാൻസസ് ഉണ്ട് ആൾക്ക് കപ്പടിക്കാൻ. സോ നല്ല ഫാൻസും ഉണ്ട് പുറത്ത്. സോ അതുകൊണ്ട് തന്നെ ആളെ നമുക്ക് നല്ലൊരു രീതിയിൽ നോട്ട് ചെയ്ത് വെക്കണം. പിന്നെ നമുക്ക് അക്ബർ ആൻഡ് അപ്പാനി ശരത്ത് ഒരുമിച്ച് പറയാം. അപ്പോൾ ഇവർ രണ്ടുപേരും ഭയങ്കരമായിട്ടൊരു അകത്ത് അവർ ഗെയിം കളിക്കുന്നുണ്ട്, അവരുടേതായിട്ടുള്ള രീതിയിൽ ഗെയിം കളിക്കുന്നുണ്ട്. പിന്നെ പക്ഷെ അത് പുറത്ത് വരുന്നത് നല്ല നെഗറ്റീവായിട്ടാണ്. പക്ഷെ അത് അവരറിയുന്നില്ല. ചിലപ്പോൾ അവർ വൈൽഡ് കാർഡൊക്കെ വരുമ്പോൾ ചിലപ്പോൾ അവർ മനസ്സിലാക്കുമായിരിക്കും. എന്തായാലും ഇപ്പോൾ അവർ കളിക്കുന്ന ഗെയിം അവർക്ക് നല്ലതാണ്. എന്നുവെച്ചാൽ വെറുതെ പാഴായിട്ട് നിൽക്കാതെ, വാഴകളായിട്ട് നിൽക്കാതെ നന്നായിട്ട് കളിക്കുന്നുണ്ട്. സോ തീരെ എനിക്കങ്ങ് നെഗറ്റീവ് പറയാൻ ഫീൽ ചെയ്യുന്നില്ല. പിന്നെ അനീഷിനെ പറയുന്നതെങ്കിൽ അതിനൊരു റീസൺ ഉണ്ട്.
വെറുതെ ആരും പറയുന്നില്ല കേട്ടോ. പിന്നെ ബാക്കി അവർ ഗെയിം കളിക്കുന്നുണ്ട്. പാഷാണം, അതായത് ഓരോരോ മറ്റേ ഗോസിപ്സും അതൊക്കെ പറയുന്നുണ്ടെങ്കിലും അത് ഒരു സ്ട്രാറ്റജിയാണ്. ഓക്കെ, അത് ചിലപ്പോൾ പുറത്ത് നെഗറ്റീവ് ആവുന്നു, അത് അവർക്ക് ബാധിക്കും, അവരെ കളിയെ ബാധിക്കും, അത് ഉറപ്പാണ്. അതുകൊണ്ട് അവർ കുറച്ച് നെഗറ്റീവായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇനി ചിലപ്പോൾ എല്ലാവരും ഗ്രൂപ്പൊക്കെ മാറി ഗ്രൂപ്പീസൊക്കെ വിട്ട് ഓക്കെ ആയി വരും എന്ന് തോന്നുന്നു. ചിലപ്പോൾ സെറ്റാവും. പിന്നെ ആര്യനെ പറയുകയാണെങ്കിൽ ആര്യൻ ഒരു നല്ല ഗെയിമറാണ്, പ്ലസ് ഗെയിമറാണ്, നന്നായിട്ട് ഗെയിം കളിക്കും. അപ്പം ആള് ഗെയിമിൽ ഫസ്റ്റാണ്. പക്ഷേ അകത്തെ ഗെയിം, അതായത് മെൻ്റൽ ഗെയിം, അതായത് അവിടെയുള്ള ബാക്കിയുള്ളവരുടെ കൂടെ ഉള്ള മൈൻഡ് ഗെയിമിൽ ആൾ വീക്കാണ്. പെട്ടെന്ന് റൂഡാവും. പിന്നെ സ്വന്തം ഭാഗം ശരിയാക്കാൻ വേണ്ടിയിട്ട് ഏതറ്റം വരെ പോകും. അതാരും ആ ഒരു ബിഗ് ബോസ് ഹൗസിനുള്ളിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. കറക്റ്റ് ശാരീരികമാണെന്ന് തോന്നുന്നു. ആളെ കറക്റ്റായിട്ട് ആൾ പറയുന്ന കാര്യം മൊത്തം നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തതാണെങ്കിലും ആളത് നമ്മളെ കൊണ്ട് അംഗീകരിപ്പിക്കും. ഓക്കെ, അത് അത്ര നല്ലതല്ല. സ്വന്തം സ്റ്റേറ്റ്മെൻറ്റ് മോശമായാലും നന്നാക്കുക, നല്ലതാണെന്ന് പുറത്ത് പറയുന്നത് ശരിയല്ല. ഓക്കെ, അതിപ്പം ആളുടെ ബിഹേവിയർ ആയിരിക്കും. അത് ചിലപ്പോൾ ആൾക്കത് നെഗറ്റീവായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ നമുക്കറിയാം പറയാം, മുൻഷി രഞ്ജിത്ത്, അതുപോലെ RJ ബിൻസി, പിന്നെ നെവിൻ, ഇവരെ 3 പേരുമാണ് ഞാൻ ഇനാക്റ്റീവ് ആണെന്ന് പറഞ്ഞത്. ഇപ്പോൾ അതിൻ്റെ കൂടെ രേണു സുധീനെയും കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. കാരണം ഒരു തരത്തിലും ഒരു ഗെയിം പ്ലേയും ചെയ്യാതിരിക്കുന്നതിൽ ഇവരെയും കൂടെ ഞാൻ ആഡ് ചെയ്തു. ഈ 4 പേര്. നെവിൻ പിന്നെയും കുറച്ച് എൻ്റർടൈനിങ് ആണ്. ഇപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ആൾ തകർത്തു. പിന്നെ ആൾ ഇങ്ങനെ എൻ്റർടൈനിങ് ആണ്, അതൊരു നല്ലൊരു ഫാക്ടറാണ്. ആൾക്ക് വോട്ട് കിട്ടാൻ നല്ല ചാൻസ് ഉണ്ട്. കാരണം ഫണ്ണായിട്ട് നിൽക്കുന്ന ആൾക്കും വോട്ട് കിട്ടാം. പിന്നെ ബിൻസിയുടെ കാര്യം പറയുകയാണെങ്കിലും അവരും ഇതുവരെ അങ്ങനെ ഇന്നലെ വരെ വലിയ ഒരു സംഭവം അല്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ ആൾ കയറി ടോപ്പിലോട്ട് വരുന്നുണ്ട്. പിന്നെ മുൻഷി രഞ്ജിത്തിനെ ഒന്നും പറയില്ല. ആൾ എന്തിനാണ് അവിടെ നിൽക്കുന്നതെന്ന് എനിക്കും അറിയില്ല, ആൾക്കും അറിയില്ല, ഈ കാണുന്ന ആർക്കും അറിയില്ല. സോ ആൾ നിൽക്കുന്നവരെ നിൽക്കട്ടെ. ആളെപ്പറ്റി എനിക്കൊന്നും പറയാനില്ല. ആൾ ഒരു ഗെയിമും കളിക്കുന്നില്ല. പിന്നെ അതിൻ്റെ അകത്തുള്ളത് ഞാൻ പറഞ്ഞതാരാ, രേണു സുധി എന്ത് ഗെയിമാണ് കളിക്കുന്നത്? ഒരു തരത്തിലും. എപ്പോഴും ആ വീടിൻ്റെ അകത്തിരുന്ന് തൻ്റെ ജീവിതകഥയും ജീവിതത്തിൻ്റെ കാര്യങ്ങളും മാത്രം സംസാരിച്ച ഗെയിം ഇല്ല. അവിടെ ഇറങ്ങിച്ചെന്ന് കളിക്കുക, അതിലൊരു താല്പര്യമുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല ഇതുവരെ. പിന്നെ ശാരിക, സരിക, ആ ഒരു ടീം അവരും ഇതുപോലെ തന്നെയാണ്. സരിക മിക്കവാറും കിച്ചണിലായിരിക്കും. അതുപോലെ ഒനീൽ സാബുവും അതുപോലെ തന്നെ കിച്ചണിലാണ്. പക്ഷേ ഒനീൽ സാബു കുറച്ചുകൂടെ പോസിറ്റീവാണ്. ആൾ കുറച്ചുകൂടെ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. പിന്നെന്താ, ആൾ ഗ്രൂപ്പിസത്തിനൊക്കെ എതിരാണ്. ഗ്രൂപ്പിസത്തിൽ ആൾ ഒരു താല്പര്യമില്ല. പിന്നെ കൂടുതൽ ആ ഗ്രൂപ്പിൻ്റെ ഇടയിൽ പോകാറുമില്ല. പറയേണ്ട കാര്യങ്ങൾ പറയുന്നുമുണ്ട്. സോ ഇപ്പം ഒനീൽ സാബുവും മിന്നിയും തമ്മിൽ ഭയങ്കര ഒരു ഗ്യാപ്പ് ഉണ്ട് കേട്ടോ. കിച്ചണിൽ നിന്ന് അടിയായതാണെന്നാണ് തോന്നുന്നത്. രണ്ടുപേരും ഭയങ്കര ഒരു എനിമീസ് പോലെയാണ് കേട്ടോ, ശത്രുക്കളെ പോലെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ അതെന്താവും അറിയില്ല. മിക്കവാറും ഒരു ഫൈറ്റ് പൊട്ടിത്തെറി ഉടനെ ഉണ്ടാവും. പിന്നെ ആരെ ഞാൻ പറയാൻ വിട്ടുപോയത്, ശാരിക നമ്മൾ പുറത്ത് ആങ്കറിങ് സൂപ്പറായിട്ട് ഭയങ്കര ദേഷ്യക്കാരിയാണ് അങ്ങനെയൊക്കെ നമ്മൾ വിചാരിച്ചു. പക്ഷെ അകത്ത് നിന്നപ്പോൾ ആരൊരു പൂച്ചക്കുട്ടിയായിപ്പോയി. ചില കാര്യങ്ങളിലൊക്കെ ആൾ പ്രതികരിക്കുന്നുണ്ട്, ചില കാര്യത്തിൽ അനീഷിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. കറക്റ്റ് ശരിയായിട്ടുള്ള കാര്യങ്ങൾക്ക് ആൾ സപ്പോർട്ട് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അത് വളരെ പോസിറ്റീവായിട്ടുണ്ട്. പിന്നെ ആൾ പ്രത്യേകിച്ച് ആളുടെ ഒരു കണ്ടൻറ്റായിട്ട് പുതിയൊരു കണ്ടൻറ്റ് കൊണ്ടുവന്നിട്ടില്ല. മറ്റുള്ളവരെ കണ്ടന്റിൽ കയറി ഇടപെടും, അത്ര തന്നെ. അങ്ങനെയാണ് ആൾ നിൽക്കുന്നത്. പിന്നെ ആദില, നൂറ, ശൈത്യ, അവരെ ഒരു ഗ്യാങ് സൈലൻ്റ് ആയിട്ടാണ് പോകുന്നത്, ഒരു കാര്യം ചെയ്യുന്നില്ല. പിന്നെ ബാക്കി കാര്യങ്ങളിലൊക്കെ ഇടപെടാറുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ലാതെ പോകുന്നു. അങ്ങനെ കുറച്ച് പേര് ഒരു ഗെയിമിലും ഇല്ലാതെ നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം. ഈ ഒരു വീക്കിലെ കാര്യമാണ് പറഞ്ഞത്, ഒരാഴ്ച ആയിട്ടുള്ളൂ. സോ നെക്സ്റ്റ് വീക്കൊക്കെ ഇനി എത്രയോ വീക്ക് കിടക്കുന്നു. 100 ദിവസമാണ് അവിടെ തികയ്ക്കാനുള്ളത്. സോ ഇനി ഒരുപാട് അവരുടെ കളികളൊക്കെ നമുക്ക് കാണാൻ കിടപ്പുണ്ട്. സോ എന്തായാലും വെയിറ്റ് ചെയ്യാം. അഭിലാഷ്, ബിന്നി അവരൊക്കെ നല്ല ഗെയിമേഴ്സാണ് കേട്ടോ. പൊളിയായിട്ട് ഗെയിം കളിക്കും. ബിന്നി നല്ലൊരു ഗെയിമറാണ്. പിന്നെ അഭിലാഷിനെ പറ്റി പറയുകയാണെങ്കിൽ അഭിലാഷിൻ്റെ വോയിസ് ചില ആൾക്കാർക്ക് നേരെ മാത്രമേ വരുന്നുള്ളൂ. അതായത് ഇപ്പോൾ രേണു സുധീയുടെ കാര്യം എന്തെങ്കിലും പറഞ്ഞാലോ അനീഷിൻ്റെ കാര്യം എന്തെങ്കിലും പറഞ്ഞാലോ അവിടെ മാത്രമേ ആളുടെ വോയിസ് നിൽക്കുന്നുള്ളൂ. ബാക്കി ഒരു കാര്യത്തിലും ആളുടെ വോയിസ് ഞാൻ കേട്ടിട്ടില്ല, റേസായിട്ട് കേട്ടിട്ടില്ല. ജിസേലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ജിസേൽ നല്ലൊരു പ്ലെയറാണ്. ആളെല്ലാം ആ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കുന്നുണ്ട്. പിന്നെ വേറെ കുത്തിത്തിരിപ്പ് അങ്ങനത്തെ സംഭവമൊന്നുമില്ല. ഉള്ളിലുള്ള കാര്യം പുറത്തങ്ങ് ഓപ്പണായിട്ട് പറയും. അത് നമ്മുടെ മലയാളികൾക്കാണ് ഉള്ളിലുള്ള കാര്യം പുറത്ത് പറയാനൊരു മടിയുള്ളത്. ഉള്ളിലിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും. പക്ഷെ ആളൊരു നോർത്ത് ഇന്ത്യൻ ആയതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ആളെല്ലാം പറയുന്നത്. അപ്പോൾ നല്ലൊരു പ്ലെയറാണ് കേട്ടോ. പിന്നീട് കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്
ആള് ചില സമയത്ത് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ചില സമയത്ത് അവർ അക്ബർ അവരുടെ ടീമിന് മാത്രം ഇങ്ങനെ പറ്റിയിരിക്കുന്ന പോലെ ഫീൽ ചെയ്യും കേട്ടോ. കുറേ സമയം ഞാൻ കണ്ടിട്ടുണ്ട്, ലൈവിൽ നമ്മൾ കാണുന്നതുകൊണ്ട് അറിയാം. കൂടുതൽ നേരം ബിന്നി സ്പെൻഡ് ചെയ്യുന്ന ടൈം മൊത്തം ഈ ഒരു ഗ്യാങ്ങിൻ്റെ കൂടെയാണ്. അത് ചിലപ്പോൾ ആൾക്ക് നെഗറ്റീവായിട്ട് വരാൻ സാധ്യതയുണ്ട്. ബാക്കി ആരടുത്തും അങ്ങനെ കോൺവെർസേഷൻസോ ഒന്നും കണ്ടിട്ടില്ല. അങ്ങനെ ആരടുത്തും സംസാരിക്കുന്ന ആ ഒരു ടൈപ്പ് ക്യാരക്ടറാണെന്ന് തോന്നുന്നില്ല. ആൾ ഒരു ഗ്രൂപ്പിൻ്റെ അകത്ത് മാത്രമാണ് സംസാരിക്കുന്നത്. അത് ചിലപ്പോൾ ആളിന് നെഗറ്റീവായിട്ട് ബാധിക്കാൻ ചാൻസ് ഉണ്ട്. സോ ആളത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഓക്കെയാണ്. പക്ഷേ അത് അറിയാൻ പറ്റില്ല. ചിലപ്പോൾ ആ ഒരു ഗ്രൂപ്പിൻ്റെ ഉള്ളിൽ മാത്രമായിരിക്കും ആൾ കംഫർട്ടബിൾ ആയിരിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല. ബിഗ് ബോസ് ഹൗസ് എന്ന് പറയുന്നത് എല്ലാവരുമായിട്ടും കോൺവെർസേഷൻ വേണം. പക്ഷെ ആളതിന് അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ആടുത്ത് വേറെ ആർക്കും സംസാരിച്ചുകൊണ്ടിരിക്കുന്നതോ കാര്യങ്ങളൊന്നും പറയുന്നതൊന്നും കണ്ടിട്ടില്ല. അപ്പാനി ശരത്തും അക്ബറും അവരിയ്ക്കുന്ന സൈഡിൽ എപ്പോഴും ബിന്നി ഉണ്ടാവും. അത് എത്രത്തോളം അത് ഗ്രൂപ്പിസമാണോ എന്നെനിക്ക് ചിലർക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പുകഞ്ഞ കൊള്ളി പുറത്തെന്ന് പറയുന്ന ടാസ്കിലും പൊക്കിക്കൊണ്ട് പോകാൻ ബിന്നി പോയത് ഇവരുടെ സപ്പോർട്ടിലാണ്. സോ അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അവിടെ ഒരു ഗ്രൂപ്പിസം ഉണ്ടെന്ന്. എത്ര ദിവസം പോകും നമുക്ക് കാണാം എന്തായാലും. സോ ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ്. എൻ്റെ ഒരു ചെറിയൊരു അനാലിസിസ് ആണ്. വീഡിയോ ലെങ്തി ആയി പോയെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒന്നിന് ഞാൻ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ, സെപ്പറേറ്റ് ആയിട്ട് ഇടാം. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായാൽ ജസ്റ്റ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മടിക്കണ്ട, കമൻറ്റ്സ് ഇടാനും മടിക്കണ്ട. ഇത്രയേ ഉള്ളൂ.